സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമഃ പാർവതീപതയേ. ഹര ഹര മഹാദേവ. ജാനകീകാന്തസ്മരണം. ജയ ജയ രാമ രാമ. ഗോപികാ ജീവനസ്മരണം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഭാഗവത സത്രവേദിയിൽ സംസാരിക്കാനുള്ള വിഷയം കപിലാവതാരമാണ്. ഭാഗവതം തൃതീയ സ്കന്ധത്തിലെ 21, 22, 23, 24 അധ്യായങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അത് ആരംഭിക്കുന്നതിന് മുമ്പ് ഇന്ന് രാമനവമിയാണ്. ഭഗവാൻ ശ്രീരാമൻ അവതരിച്ച സുദിനമാണ്. ഭഗവാന്റെ അവതാരം നല്ല ഉച്ചസമയത്താണ്, നട്ടുച്ചയ്ക്കാണ്. എന്തായാലും ഇന്ന് രാവിലത്തെ ഭാഷണത്തിന് മുമ്പ് തന്നെ ആ ഭഗവാനെ ഒന്ന് സ്മരിച്ചിട്ട് നമുക്ക് കപിലാവതാരത്തിലേക്ക് കടക്കാം. ശ്രീ നാമരാമായണം, രാമായണം മുഴുവൻ നാമമായിട്ട് തയ്യാറായിട്ടുള്ളത്. അതിനെ നമുക്കൊന്ന് ചൊല്ലാം. ശുദ്ധ ബ്രഹ്മ പരാത്പര രാമ, കാലാത്മക പരമേശ്വര രാമ, ശേഷതൽപ സുഖ നിദ്രിത രാമ, ബ്രഹ്മാദ്യമര പ്രാർത്ഥിത രാമ, ചണ്ഡകിരണ കുലമണ്ഡന രാമ, ശ്രീമദ്ദശരഥനന്ദന രാമ, കൗസല്യാസുഖവർദ്ധന രാമ, വിശ്വാമിത്ര പ്രിയധന രാമ, ഘോരതാടകാഘാതക രാമ, മാരീചാദി നിപാതക രാമ, കൗശികമഖ സംരക്ഷിത രാമ, ശ്രീമദഹല്യോദ്ധാരക രാമ, ഗൗതമ മാമുനി സംസ്തുത രാമ, സുരമുനിവരഗണ സംസ്തുത രാമ, നാവികധാവിത മൃദുപത രാമ, മിഥിലാപുരജനമോദിത രാമ, മൈഥിലമാനസരഞ്ജക രാമ, ത്രംബക കാർമുക ഭഞ്ജന രാമ, സീതാർപ്പിത വരമാലിക രാമ, കൃതവൈവാഹിക കൗതുക രാമ, ഭാർഗവദർപ്പ വിനാശക രാമ, ശ്രീമദയോധ്യാപാലക രാമ, അഗണിത ഗുണഗണ ഭൂഷിത രാമ, അവനി കാമിനി കാമിത രാമ, രാഗാചന്ദ്ര സമാനന രാമ, പിതൃവാക്യസ്ഥിത കാനന രാമ, പ്രിയഗുഹ വിനിവേദിത പദ രാമ, തക്ഷാളിത നിജ മൃദുപദ രാമ, ഭാരദ്വാജ സുപൂജിത രാമ, ദശരഥ സന്തത ചിന്തിത രാമ, കൈകേയി തനയാർത്ഥിത രാമ, വിരചിത നിജ പിത കർമ്മക രാമ, ഭരതാർപ്പിത നിജ പാദുക രാമ, ദണ്ഡക കാനന പാവന രാമ, ദുഷ്ടവിരാധ വിനാശന രാമ, ശരഭംഗ സുതീഷ്ണാർച്ചിത രാമ, അഗസ്ത്യാനുഗ്രഹവർദ്ധിത രാമ, ഗൃദ്രാദിപ സംസേവിത രാമ, പഞ്ചവടീതട സംസ്ഥിത രാമ, ഘരദൂഷണ മുഖസോദക രാമ, സീതാപ്രിയ ഹരിണാനുഗ രാമ, മാരീചാർത്തികൃതാശുക രാമ, വിനഷ്ട സീതാന്വേഷക രാമ, ഗൃദ്രാദിഭഗതിദായക രാമ, ശബരീദത്തബലാശന രാമ, കബന്ധ ബാഹുശ്ചേതന രാമ, ഹനുമത്സേവിത നിജപത രാമ, നദ സുഗ്രീവാഭീഷ്ടത രാമ, ഗർവിത ബാലിനിഷൂദന രാമ, ഹിതകര ലക്ഷ്മണ സംയുത രാമ, കപിവര സന്തത സംസ്തുത രാമ, തദ്ഗതി വിഘ്നധ്വംസക രാമ, സീതാ പ്രാണാധാരക രാമ, ദുഷ്ടദശാനന ദൂഷിത രാമ, ശിഷ്ട
ഹനുമത് ഭൂഷിത രാമ സീതാരോദിത കോപന രാമ കൃതചൂടാമണി ദർശന രാമ കപിവര വചനാശ്വാസിത രാമ രാവണ നിധന പ്രസ്ഥിത രാമ വാനര സൈന്യ സമാവൃത രാമ ശോഷിത തടിനീശാർത്ഥിത രാമ വിഭീഷണാഭയദായക രാമ സാഗര സേതു നിബന്ധക രാമ കുംഭകർണ ശിരഛേദക രാമ രാക്ഷസ സംഘ വിമർദക രാമ അമഹിത രാവണ വാരണ രാമ സംഹൃത ദശമുഖ രാവണ രാമ വിധിഭവമുഖ സംസ്തുത പദ രാമ ഖസ്ഥിത ദശരഥ വീക്ഷിത രാമ സീതാദർശന മോദിത രാമ അഭിഷിക്ത വിഭീഷണ നത രാമ പുഷ്പകയാനാരോഹണ രാമ ഭാരദ്വാജ നിഷേവണ രാമ സാകേതപുരീഭൂഷണ രാമ സകല സ്വീയ സമാവൃത രാമ രത്നലസത് പീഠസ്ഥിത രാമ പട്ടാഭിഷേകാലങ്കൃത രാമ പാർത്ഥിവകുല സമ്മാനിത രാമ കീശകുലാനുഗ്രാഹക രാമ സകല ജഗത് പരിപാലക രാമ സകലാഭീഷ്ടവരപ്രദ രാമ 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 ജയ രാഘവ രാമ 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 ജയ സീതാരാമ രാമ രാമ ജയ രാഘവ രാമ 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 ജയ സീതാരാമ. സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സ്മേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വസന്ത നവരാത്രിയുടെ 9ാമത്തെ ദിവസമാണ്. ദേവി ഉപാസനയ്ക്ക് വളരെ വിശേഷപ്പെട്ട ദിവസങ്ങളാണ് ഇന്നലെ ഉൾപ്പെടെ കടന്നുപോയത്. ഇന്ന് 9ാമത്തെ ദിവസമാണ്. ഈ 9ാമത്തെ ദിവസമാണ് ഭഗവാൻ ശ്രീരാമനായിട്ട് അവതരിച്ചത്. ഇന്ന് രാമനവമിയാണ്. ഉച്ചനേരത്താണ് ഭഗവാന്റെ അവതാരം. കൃഷ്ണാവതാരം രാത്രിയിലാണെങ്കിൽ ശ്രീരാമാവതാരം പകലാണ്. എന്തായാലും ഇന്ന് ഇവിടെ പറയേണ്ട വിഷയം കപിലാവതാരമാണ്. ഭഗവാന്റെ മറ്റൊരു അവതാരമാണ് കപിലാവതാരം. ഭഗവാന്റെ 20ലധികമുള്ള അവതാരങ്ങളെ എണ്ണുന്ന സമയത്ത് കപിലാവതാരം ആദ്യത്തെ ഭാഗത്ത് വരുന്നതാണ്. തൃതീയ സ്കന്ധത്തിലെ 21ാമത്തെ അധ്യായം മുതലാണ് കപില അവതാരത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ ആരംഭിക്കുന്നത്. 24ാമത്തെ അധ്യായത്തിലാണ് കപിലാവതാരം. നമ്മൾ ഇന്നലെ കാണുണ്ടായി, ബ്രഹ്മാവിൻ്റെ ശരീരം രണ്ടായി പിളർന്ന് അതിൽ നിന്ന് സ്വയംഭുവമനുവും ശതരൂപയും ഉണ്ടായി. വലതുഭാഗം പുരുഷനും ഇടതുഭാഗം സ്ത്രീയുമായി മാറി. സ്വയംഭുവൻ, ബ്രഹ്മാവിൻ്റെ പേരാണ് സ്വയംഭുവൻ. സ്വയംഭുവനിൽ നിന്ന് ഉണ്ടായ ആൾ ആദ്യത്തെ മനുഷ്യനാണെന്നാണ് സ്വയംഭുവമനു. അദ്ദേഹത്തിൻ്റെ പേര് സ്വയംഭുവമനു. ബ്രഹ്മാവിൻ്റെ ഇടതുവശം സ്ത്രീയായി മാറി. അത് ശതരൂപ. ഒരു അമ്മ തന്നെയാണ് നിരവധി മക്കളായി മാറുന്നത്, നിരവധി രൂപമെടുക്കുന്നത് എന്നുള്ളത് കൊണ്ട് ശതരൂപ എന്ന പേര്. ബ്രഹ്മാവ് ഇവർ രണ്ടുപേരും പറഞ്ഞു, നിങ്ങൾ ദാമ്പത്യധർമ്മത്തെ അനുഷ്ഠിക്കണം, ദമ്പതികളായി തീരണം, ഭാര്യ ഭർത്താക്കന്മാരായി തീരണം. അങ്ങനെ ബ്രഹ്മാവിൻ്റെ നിർദ്ദേശം അവർ അനുസരിച്ചു. അവരോട് പറഞ്ഞു, നിങ്ങളുടെ ദാമ്പത്യധർമ്മത്തിലൂടെ നിങ്ങൾക്ക് ധാരാളം കുട്ടികളുണ്ടാവട്ടെ, അതിലൂടെ ഈ ലോകം മുഴുവൻ പ്രജകളെ കൊണ്ട് നിറയട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ദാമ്പത്യധർമ്മം അനുഷ്ഠിക്കുന്ന സമയത്ത് അവർക്ക് 5 മക്കളുണ്ടായി. പ്രിയവ്രതൻ, ഉത്താനപാദൻ, ആകൂതി, ദേവഹൂതി, പ്രസൂതി, ഇങ്ങനെ 5 മക്കളുണ്ടായി. 3 പെൺമക്കളും 2 ആൺമക്കളും. അങ്ങനെ കുട്ടികളൊക്കെ ഉണ്ടായപ്പോഴാണ് അവർ എവിടെ പോയി താമസിക്കും, പറ്റിയ സ്ഥലമൊന്നും കാണാനില്ല. ബ്രഹ്മാവിൻ്റെ അടുത്ത് എന്ന് ചോദിച്ചപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, ഭൂമിയിൽ പോയി താമസിച്ചോളാൻ പറഞ്ഞു.
അപ്പോൾ ഭൂമിയിൽ താമസിക്കാനായിട്ട് നോക്കിയപ്പോൾ ഭൂമി കാണാനില്ല. ബ്രഹ്മാവ് അയ്യോ ഭൂമി എവിടെ പോയി? അത് കാരണജലത്തിൽ മുങ്ങിപ്പോയി, കാണാനില്ല. ബ്രഹ്മാവ് പറഞ്ഞു ആ ജലമൊക്കെ ഞാൻ കുടിച്ചു വറ്റിച്ചതാണല്ലോ, പിന്നെ എങ്ങനെയാണ് വീണ്ടും വെള്ളമുണ്ടായത്? അറിയില്ല. ബ്രഹ്മാവ് ഇങ്ങനെ എന്തു ചെയ്യണമെന്ന് അറിയാതെ കണ്ടിരുന്ന സമയത്ത് ബ്രഹ്മാവിന് തുമ്മലുണ്ടായിരുന്നു. ബ്രഹ്മാവ് തുമ്മിയപ്പോൾ ബ്രഹ്മാവിൻ്റെ മൂക്കിൽ നിന്ന് ഭഗവാൻ ഒരു തള്ളവിരലിൻ്റെ വലിപ്പത്തിൽ ഒരു പന്നിക്കുട്ടിയായിട്ട് പുറത്തു വന്നു എന്നാണ്. പിന്നെ അത് വലുതായി 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 ബ്രഹ്മാവിന് കാണാൻ പറ്റാത്ത അത്രയും വലിപ്പത്തിലായി, അത്രയും വലിപ്പത്തിലായി. അപ്പൊ ഇത് ഭഗവാനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സപ്തർഷികൾ ഉൾപ്പെടെയുള്ള ഋഷിമാരെ സ്തുതിച്ചു. എങ്ങനെയാണ് സ്തുതിച്ചതെന്ന് വെച്ചാൽ യജ്ഞയാഗാദികൾക്കുള്ള സാധനങ്ങളായിട്ട്, സാധന സാമഗ്രികളായിട്ട് ഈ യജ്ഞവരാഹമൂർത്തിയുടെ ഓരോ അവയവങ്ങളെയും സ്തുതിച്ചു. ഭഗവാൻ അവരുടെ സ്തുതിയൊക്കെ കേട്ട് പ്രസന്നനായി താൻ എന്തിനാണോ വന്നത് ആ കാര്യത്തിന് പോയി. എന്തിനാണ് വന്നത് വെച്ചാൽ ഭൂമിയെ കണ്ടെത്താണ്. ഭഗവാന്റെ പ്രിയപ്പെട്ട പത്നിയാണ് ഭൂമിദേവി. ഭൂമിദേവിയും ലക്ഷ്മി ദേവിയും. അപ്പം ആ ഭൂമിദേവിയാണ് കാണാൻ ഇല്ലാതെ കണ്ടായിരിക്കുന്നത്. ഭഗവാൻ ഭൂമിയെ അന്വേഷിച്ച് ആ കാരണസമുദ്രത്തിലേക്ക് ചാടിയെന്നാണ്, ഉളയിട്ടു എന്നാണ്. ആ ഉളിയിട്ടിട്ട് ഭഗവാൻ രസാതലത്തിലെത്തി എന്നാണ്. അവിടെ ആ രസാതലത്തിൻ്റെ അടിത്തട്ടിലെ പേടിച്ച് വിറച്ചിരിക്കുന്ന ഭൂമിയെ ഭഗവാൻ വളരെ എളുപ്പത്തിലെടുത്ത് തൻ്റെ തേറ്റ കൊണ്ട് പൊക്കി വെള്ളത്തിന് പുറത്തേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് അവിടെ ഉറപ്പിക്കാൻ നോക്കി, വെക്കാൻ നോക്കിയപ്പോൾ ഭൂമി താഴ്ന്നു പോകുന്നു. അപ്പം ഭഗവാൻ തൻ്റെ യോഗശക്തി കൊണ്ട് ആ ഭൂമിയെ തൻ്റെ കുളമ്പ് കൊണ്ട് അവിടെ ഉറപ്പിച്ചു എന്നാണ്. അതിനുശേഷം ഭഗവാനോട് യുദ്ധം ചെയ്യാനായിട്ടൊരു അസുരൻ വന്നു. ഈ കാര്യങ്ങളൊക്കെ ഇന്നലെ പറഞ്ഞിട്ടുണ്ടാവും, എന്നാലും ഓർമ്മിപ്പിക്കുക, ചിലപ്പോൾ ഇന്നലെ വരാത്ത ആൾക്കാർക്ക്. ഹിരണ്യാക്ഷൻ എന്ന് പറഞ്ഞ അസുരൻ വന്നു. ഭഗവാൻ ഹിരണ്യാക്ഷനായിട്ട് യുദ്ധം ചെയ്തു. അങ്ങനെ ആ വരാഹമൂർത്തിയായിട്ടുള്ള ഭഗവാൻ ഹിരണ്യാക്ഷനെ വധിച്ചു. അതിനുശേഷം ഈ ഭൂമിയിലെ സ്വയംഭൂമനുവും മക്കളൊക്കെ താമസിക്കാനായിട്ട് അവർക്ക് സൗകര്യം ഉണ്ടായി. ബ്രഹ്മാവ് വീണ്ടും പല പല സൃഷ്ടികളെ ചെയ്തു. ബ്രഹ്മാവിൻ്റെ സൃഷ്ടികൾ പല സ്ഥലത്തും പലതരത്തിൽ ഭാഗവത്തിൽ തന്നെ പറയുന്നുണ്ട്, ദശസർഗങ്ങളായിട്ട് വിവരിക്കുന്നുണ്ട്. അതിനെയൊക്കെ പറഞ്ഞതിന് ശേഷം ഇപ്പം ഇന്ന് നമ്മൾ കാണുന്ന സകല ജീവജാലങ്ങളും ബ്രഹ്മസൃഷ്ടിയും തുടർന്നുണ്ടാവുന്ന സൃഷ്ടികളെ ഫലമായിട്ടുണ്ടാവുന്നതാണ്. പ്രാകൃത സൃഷ്ടി, വൈകൃത സൃഷ്ടി, പ്രാകൃത വൈകൃത സൃഷ്ടി എന്നിങ്ങനെ ദശസർഗങ്ങൾ അവയൊക്കെ ഭാഗവത്തിൽ വിശദമാക്കുന്നുണ്ട്. അതിനുശേഷമാണ് നമുക്ക് ഇന്ന് കാണേണ്ട വിഷയം വരുന്നത്. ഈ മനുവിൻ്റെ സ്വയംഭുവ മനുവിൻ്റെ വംശത്തെ പറഞ്ഞ സമയത്ത് സ്വയംഭുവ മനുവിന് 5 മക്കളുണ്ടായി എന്ന് പറഞ്ഞു. ആകൂതി, ദേവഹൂതി, പ്രസൂതി, പ്രിയവ്രതൻ, ഉത്താനപാതൻ. ഈ 5 പേരുടെ വംശം, ആ വംശത്തെയാണ് തുടർന്നുള്ള അധ്യായങ്ങളിൽ വിസ്തരിക്കുന്നത്. അപ്പം അതിലാദ്യം പറയുന്നത് പ്രിയവ്രതൻ സ്വയംഭൂമനുവിൻ്റെ മകളായ ദേവഹൂതിയുടെ ചരിത്രമാണ്. അപ്പോൾ ദേവഹൂതിയുടെ ചരിത്രം പറയുന്നതിന് മുമ്പ് ദേവഹൂതിയെ വിവാഹം ചെയ്ത കർദമ പ്രജാപതിയുടെ ചരിത്രം പറയുന്നുണ്ട്. കർദമൻ ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയിൽ ബ്രഹ്മാവ് തൻ്റെ അവയവങ്ങളിൽ നിന്ന് ഓരോരുത്തരെ സൃഷ്ടിച്ച സമയത്ത്, സപ്തർഷികൾ ഉൾപ്പെടെ ഓരോരുത്തരെ സൃഷ്ടിച്ച സമയത്ത് ബ്രഹ്മാവിൻ്റെ നിഴലിൽ നിന്നുണ്ടായ ആളാണ് കർദമം.
കർദ്ദം എന്നുള്ളതിന് ഒരു അർത്ഥം ചെളി, കട്ട, ചെളിക്കൂമ്പാർ എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ ബ്രഹ്മാവിന്റെ നിഴലിൽ നിന്നുണ്ടായ ആളാണ് കർദ്ദമൻ. ആ കർദ്ദമന്റെ ചരിതം ആണ് ആദ്യം വർണ്ണിക്കുന്നത്. അപ്പൊ സ്വയംഭുവ മനുവിനും ശതരൂപയും അവർക്ക് 5 മക്കളുണ്ടായി. ഈ സ്വയംഭുവ മനു ഈ ഭൂമിയെ 7 ദ്വീപുകളോട് കൂടിയ ഭൂമിയെ ഭരിച്ചു. അങ്ങനെ പറഞ്ഞപ്പോ ഈ സ്വയംഭുവിന്റെ ഒരു മകളായിട്ടുള്ള ദേവഹൂതി കർദ്ദമനെ വിവാഹം ചെയ്ത കാര്യം അങ്ങ് മുമ്പ് സൂചിപ്പിച്ചല്ലോ. അതിനെക്കുറിച്ച് വിശദമായിട്ടൊന്ന് പറഞ്ഞു തരണം. എങ്ങനെയാണ് അവർ തമ്മിൽ ചർച്ചയുണ്ടായത് എന്ന് പറയണം. എങ്ങനെയാണ് അവരുടെ സന്തതി പരമ്പരകൾ പിന്നീട് ഉണ്ടായത് എന്ന് പറയണം. ഇങ്ങനെ വിതുര മഹാശയൻ വിതുരൻ ചോദിച്ചത് കേട്ടിട്ട് മൈത്രേയ മഹർഷി അതിന് മറുപടിയായിട്ട് പറഞ്ഞു, കർദ്ദമ പ്രജാപതി അല്ലെങ്കിൽ കർദ്ദമൻ സരസ്വതി നദിയുടെ തീരത്ത് 10,000 കൊല്ലം തപസ് ചെയ്തു. 10,000 കൊല്ലമാണ്, ശ്രദ്ധിക്കണേ അക്കങ്ങളൊക്കെ. 10,000 കൊല്ലം തപസ് ചെയ്തു. 10,000 എന്നൊക്കെ നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. എന്തൊരു തപസ്സായിരിക്കണം. തതസമാധിയുക്തേന ക്രിയായോഗേന കർദ്ദമഃ സംപ്രഭേദേ ഹരിം ഭക്ത്യാ പ്രപന്ന വരദാശുഷം. വളരെ ഗംഭീരമായ തപസ്സുകൊണ്ട് സമാധിയോഗത്തോട് കൂടിയിട്ട്, കർമ്മയോഗത്തോട്, ക്രിയായോഗത്തോട് കൂടിയിട്ട്, ഭക്തിയോഗത്തോടൊക്കെ കൂടിയിട്ട് ഭഗവാനെ അങ്ങനെ 10,000 കൊല്ലം തപസ് ചെയ്തു. ഈ തപസ് ഭഗവാൻ ഹരിയെ, മഹാവിഷ്ണുവിനെ ഉദ്ദേശിച്ചാണ് തപസ് സേവിച്ചത്. കൃതയുഗത്തിലായിരുന്നു ഈ തപസ്. ഈ തപസ് കണ്ടിട്ട് ഭഗവാന് വലിയ സന്തോഷമായി. ഭഗവാൻ തൻ്റെ ആ പരമാത്മ സ്വരൂപത്തെ കർദ്ദമന് കാണിച്ചു കൊടുത്തു. ഭഗവാന്റെ ആ നീലമേഘശ്യാമളമായിട്ടുള്ള ഭാവം, വാസ്തവത്തിൽ ഭഗവാൻ സത്വമൂർത്തിയാണ്. അവിടെ രജസ്സിനോ തമസ്സിനോ ഒന്നും കലർപ്പേയില്ല. ഭഗവാന്റെ മനോഹരമായ രൂപം, ശംഖുചക്ര ഗദാപത്മങ്ങളോട് കൂടിയിട്ടുള്ള രൂപം, ഭഗവാന്റെ കിരീടം, കുണ്ടലം, ഭഗവാന്റെ കയ്യിലെ ആ താമരപ്പൂവ്, ശംഖ്, ചക്രം, ഗദ, ഇങ്ങനെയുള്ള ഭഗവാൻ ഗരുഡന്റെ പുറത്തിരിക്കുന്ന ഭാവത്തിൽ ആ കർദ്ദമന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാന്റെ ഓരോ കൗസ്തുഭരത്നം ഉൾപ്പെടെയുള്ള ഓരോന്നിൻ്റെയും ആ ഭംഗിയൊക്കെ അവിടെ ഗംഭീരമായിട്ട് വർണ്ണിക്കുന്നുണ്ട്. ഭഗവാനാണ് തൻ്റെ മുന്നിൽ എന്ന് വന്നതെന്ന് അറിഞ്ഞിട്ട് വേഗം ആ കർദ്ദമൻ നമസ്കരിച്ചു. എന്നിട്ട് ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. കർദ്ദമന്റെ സ്തുതിയുണ്ട്. ആ സ്തുതി നമുക്ക് സമയമുണ്ടെങ്കിൽ പിന്നെ കാണാം. ആദ്യം ഈ ചരിതം മുഴുവൻ തീർത്തതിന് ശേഷം സ്തുതിയെക്കുറിച്ച് പറയാം. ഒരു ഏകദേശം 10 ശ്ലോകത്തോളം കർദ്ദമ പ്രജാപതി ഭഗവാനെ ഗംഭീരമായി സ്തുതിക്കുന്നുണ്ട്. ഈ സ്തുതിയൊക്കെ കേട്ടു ഭഗവാൻ വലിയ സന്തോഷമായി. ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് തൻ്റെ ആ ഉത്തമ ഭക്തനായ തപസ്വിയായ കർദ്ദമനോട് പറഞ്ഞു, നീ എന്താണോ ആഗ്രഹിച്ച് തപസ് ചെയ്തത് അതൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതിനുവേണ്ടി ഞാൻ വേണ്ടത് ചെയ്യാം. അപ്പോൾ കർദ്ദമൻ തപസ് ചെയ്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ, ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം സൃഷ്ടികർമ്മത്തിന് വേണ്ട ശക്തിയെ നേടാൻ വേണ്ടിയിട്ടാണ് തപസ് ചെയ്തതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം അത് എനിക്ക് മനസ്സിലായി, ഞാൻ നിനക്ക് വേണ്ട അനുഗ്രഹത്തെ തരാം. ആരായാലും ശരി, എന്നെ ഭജിച്ചാൽ, എന്നെ ആരാധിച്ചാൽ അവരുടെ ആരാധനയൊന്നും വെറുതെ ആവില്ല.
സാധാരണക്കാരെ ആരാധിച്ചാൽ. അപ്പോൾ അങ്ങയെപ്പോലെ ഇത്രയും നിഷ്ഠയോടുകൂടി ഇങ്ങനെ തപസ് ചെയ്ത ആളുടെ കാര്യങ്ങളൊക്കെ ശരിക്കും വേണ്ട വിധത്തിലാവും. എൻ്റെ അനുഗ്രഹമുണ്ട്. അങ്ങ് എന്തിനാ തപസ് ചെയ്തതെന്ന് എനിക്കറിയാം. അങ്ങയുടെ ആഗ്രഹത്തെ സാധിക്കാനായിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. എല്ലാ ആളുകളും എന്നെ ഭജിക്കുന്നത് എന്തെങ്കിലും ഫലത്തിന് വേണ്ടിയിട്ടായിരിക്കും. ഫലം ആഗ്രഹിക്കാത്ത ആൾക്കാരും ഉണ്ട്. ഫലം ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ഞാൻ ആ ഫലത്തെ കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങ് എന്താണ് ഉദ്ദേശിച്ചത്, മനസ്സിൽ വിചാരിച്ചത്, അത് നടക്കും. അങ്ങയെ കാണാനായിട്ട് ഈ ലോകം മുഴുവൻ ഭരിക്കുന്നതായ, ബ്രഹ്മാവർത്തത്തിൽ നിന്ന് ലോകം മുഴുവൻ ഭരിക്കുന്നതായ സ്വയംഭൂവമനു ഇവിടെ വരും. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ശതരൂപയുണ്ടാവും, മകളായിട്ടുള്ള ദേവഹൂതി ഉണ്ടാവും. എന്തിനാ വരുന്നത്? അവർ വരുന്നത്, സ്വയംഭൂവമനു വരുന്നത് സ്വയംഭൂവമനുവിൻ്റെ മകളായിട്ടുള്ള ദേവഹൂതിയെ പറ്റിയ ഒരാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വരും. അവർ വന്ന സമയത്ത് അങ്ങ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് ആ ദേവഹൂതിയെ, ആ കന്യകയെ അങ്ങ് സ്വീകരിക്കണം. തൻ്റെ പത്നിയായി, ഭാര്യയായിട്ട് സ്വീകരിക്കണം. അങ്ങ് വാസ്തവത്തിൽ ഈ സൃഷ്ടിയേക്കാളൊക്കെ ഉപരിയായിട്ട് അങ്ങയുടെ പ്രധാനപ്പെട്ട താല്പര്യം ആ ബ്രഹ്മത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. അതെന്തായാലും സാധിക്കും. പക്ഷെ അതിനു മുമ്പ് അങ്ങേക്ക് ഗൃഹസ്ഥധർമ്മത്തെ ചെയ്യേണ്ട അത്യാവശ്യമുണ്ട്. അങ്ങ് ഇത്രയും കാലം, ഈ 10,000 വർഷക്കാലം തൻ്റെ ആഗ്രഹങ്ങളൊക്കെ അടക്കി വെച്ചിട്ടാണ് തപസ് ചെയ്തത്. പക്ഷെ അങ്ങേക്ക് ഇത് ചെയ്തേ മതിയാവൂ, ഗൃഹസ്ഥധർമ്മം. അതുകൊണ്ട് അങ്ങേക്ക് ലഭിക്കാൻ ഉത്തമമായ ഭാര്യയാണ് ലഭിക്കാൻ പോകുന്നത്. അവളെ വിവാഹം കഴിക്കണം. ഈ ദേവഹൂതിയിൽ അങ്ങേക്ക് 9 പെൺകുട്ടികളുണ്ടാവും. ഒപ്പം ഈ 9 പെൺകുട്ടികൾക്ക് ശേഷം ഞാൻ തന്നെ അങ്ങയുടെ മകനായി വന്ന് അവതരിക്കും. എൻ്റെ അംശം കൊണ്ട്, എൻ്റെ വീര്യത്തിൽ നിന്ന് ഞാൻ അങ്ങയുടെ മകനായി ജനിക്കും. അങ്ങ് എന്താ പറയുക, പിതൃക്കൾക്കുള്ള കടം ഉൾപ്പെടെയുള്ള കടങ്ങൾ, നമുക്ക് ചില കടങ്ങളൊക്കെ ഉണ്ട്. ആ കടങ്ങളൊക്കെ വീട്ടണം. ദേവന്മാർക്ക്, പിതൃക്കൾക്ക്, ഗുരുവിന് അല്ലെങ്കിൽ ശാസ്ത്രത്തിനൊക്കെ ഋണമുണ്ട്. 3 ഋണം എന്ന് പറയും. ഋണം എന്ന് പറഞ്ഞാൽ കടം, അല്ലെങ്കിൽ 5 ഋണം എന്ന് പറയും. അപ്പം അങ്ങനെയാണെങ്കിൽ സമാധി ഋണവും ഭൂതഋണവും, ഈ കടങ്ങളൊക്കെ അങ്ങ് വീട്ടണം. അതിനു വേണ്ടിയിട്ട് അങ്ങേക്ക് വിവാഹം ചെയ്തേ മതിയാവൂ. അങ്ങേക്ക് 9 പെൺകുട്ടികളുണ്ടാവും. 10ാമത് ഞാൻ തന്നെ മകനായി ജനിക്കും. അങ്ങക്ക് ഞാൻ തന്നെ ആ ഭഗവത് പ്രാപ്തിക്ക് എത്താനുള്ള ഉപദേശമൊക്കെ തരും. അതുകൊണ്ട് വേഗം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് അങ്ങ് ഇവിടെ തുടരുക. ഞാൻ അങ്ങയുടെ മകനായി അവതരിക്കുന്നത് വരെ അങ്ങ് ആ ഗൃഹസ്ഥാശ്രമ ധർമ്മത്തിൽ തുടരണം. അങ്ങനെ അവതരിക്കുന്ന ആ മകൻ സാങ്ക്യ ദർശനത്തെ ഉപദേശിക്കുന്ന ആളായിരിക്കും. പ്രകൃതി, പുരുഷൻ, ഈശ്വരൻ തുടങ്ങിയവയെ കുറിച്ചൊക്കെ വേണ്ട വിധത്തിലെ ലോകത്തിന് പറഞ്ഞു കൊടുക്കുന്ന ആളാവും. അപ്പം അങ്ങനെയുള്ള മകനെ ലഭിക്കുന്നത് വരെ അങ്ങ് കാത്തിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ ഈ കർദമന് വേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുത്തു. ഭഗവാൻ അവിടുന്ന് മറഞ്ഞു. അപ്പം കർദമൻ സരസ്വതി നദി ഇയാൾ ചുറ്റപ്പെട്ട ബിന്ദു സരസ് എന്ന് പറഞ്ഞ സരസിന്റെ തീരത്താണ് തപസ്സിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. ആ ബിന്ദു സരസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ഭഗവാൻ കർദമന്റെ തപസ് കണ്ട് കരുണയോടുകൂടി ഇങ്ങനെ നോക്കിയപ്പോൾ ഭഗവാന്റെ കണ്ണിൽ നിന്നൊരു തുള്ളി വെള്ളം ഈ സരസിൽ വീണുത്രേ. ബിന്ദു ഭഗവാന്റെ കൃപാകടാക്ഷം അല്ലെങ്കിൽ കൃപാലേശം പതിച്ച സ്ഥലമായതുകൊണ്ട് ആ സരസിന് ബിന്ദു സരസ് എന്ന് പേരുണ്ടായി. അതിന് ചുറ്റും സരസ്വതി നദി ചുറ്റി ഒഴുകുന്ന സ്ഥലമാണ്.
എന്തായാലും ഈ കർദമൻ ഭഗവാന്റെ വാക്ക് അനുസരിച്ചുകൊണ്ട് അവിടെ കഴിഞ്ഞു. ഭഗവാൻ കർദമനെ അനുഗ്രഹിച്ച് തൻ്റെ ഗരുഡന്റെ പുറത്ത് കയറി അവിടുന്ന് പോയി. ഭഗവാൻ പറഞ്ഞത് 3 നാൾ കഴിഞ്ഞാൽ അല്ലെങ്കിൽ 3-ാമത്തെ നാളില് സ്വയംഭൂമനു വരുന്നാ പറഞ്ഞത്. അങ്ങനെ ഇദ്ദേഹം തപസ് ചെയ്തിരിക്കുന്ന സമയത്ത് സ്വയംഭൂമനുവും ശതരൂപയും ദേവഹൂതിയും കൂടിയിട്ട് അവിടെ എത്തി. അവർ പല പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ട് പറ്റിയ തങ്ങളുടെ മകൾക്ക് പറ്റിയ വരനെ അന്വേഷിച്ചുകൊണ്ട് വരികയായിരുന്നു. അങ്ങനെ കർദമ മഹർഷിയെക്കുറിച്ച് കേട്ടപ്പോൾ കേൾക്കുക മാത്രമല്ല ഭഗവാന്റെ ഒരു പ്രേരണയും കൂടിയുണ്ട്. അവിടെ വന്നു എന്നാണ്. അവിടെ വന്നു അദ്ദേഹത്തെ നമസ്കരിച്ചു. കർദമ മഹർഷിയെ നമസ്കരിച്ചു. ആ ഭഗവാന്റെ കണ്ണുനീർ തുള്ളി വീണതായ ആ ബിന്ദു സരസിനെ നമസ്കരിച്ചു. സരസ്വതി നദിയെ വന്ദിച്ചു. ഇദ്ദേഹത്തെ നമസ്കരിച്ചപ്പോൾ അദ്ദേഹം തിരിച്ചും നമസ്കാരം ചെയ്തു. രാജാവാണ്. കർദമനെ ബ്രാഹ്മണനായിട്ട് പറയാം. ബ്രാഹ്മണനാണ്. ഇദ്ദേഹം ക്ഷത്രിയനാണ്. ഇപ്പൊ ക്ഷത്രിയ ബ്രാഹ്മണന്മാര്, ക്ഷത്രിയൻ ബ്രാഹ്മണനെ സാധാരണ നമസ്കരിക്കാറുണ്ടെങ്കിലും ബ്രാഹ്മണൻ ക്ഷത്രിയൻ നമസ്കരിക്കൽ പതിവില്ല. പക്ഷേ ഇവിടെ പറയാണ്, അങ്ങ് സാധാരണ ഒരു രാജാവല്ല, സാക്ഷാൽ ഭഗവാൻ തന്നെ ധർമാചരണത്തിന് വേണ്ടി വന്നിട്ടുള്ള, അങ്ങനെയുള്ള അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നുവെന്ന് കർദമൻ അങ്ങോട്ടും, കർദമ പ്രജാപതിയെ സ്വയംഭൂമനു അങ്ങോട്ടും നമസ്കരിച്ചു. എന്നിട്ട് വന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് 5 മക്കളുണ്ട്. പ്രിയവ്രതന്റെയും ഉത്താനപാദന്റെയും സഹോദരിയായിട്ടുള്ള ദേവഹൂതി എന്ന കന്യകയെ ഞാൻ അങ്ങേക്ക് വിവാഹം ചെയ്തു തരാൻ ഉദ്ദേശിക്കുകയാണ്. കാരണം ഇവൾക്ക് അങ്ങയെ ഇഷ്ടമാണ്. നാരദ മഹർഷി പറഞ്ഞു കേട്ടിട്ട് ഇവൾ അങ്ങയെ വിവാഹം കഴിക്കാൻ താല്പര്യപ്പെട്ടിട്ടുണ്ട്. അതുമാത്രമല്ല, ഞങ്ങൾക്കും അത് തന്നെയാണ് ഞങ്ങളുടെയും തീരുമാനം. അതുകൊണ്ട് ഞങ്ങൾ ഇവളെ അങ്ങേക്ക് വിവാഹം ചെയ്യാനായിട്ട് വന്നതാണ്. ഞാനും എൻ്റെ ഭാര്യയും കൂടിയിട്ട്, ദേവഹൂതിയും ശതരൂപയും കൂടിയിട്ട് വന്നതെന്ന്. ഇതെല്ലാം കേട്ടു. കർദമൻ പറഞ്ഞു, ഞാൻ തയ്യാറാണ്. കാരണം എന്താണ്? ഭഗവാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, സ്വയംഭൂമനു വരും, ശതരൂപ വരും, ദേവഹൂതിയെ കൊണ്ടുവരും, ദേവഹൂതിയെ നിനക്ക് വിവാഹം ചെയ്തു തരാനായിട്ടാണ് വരുന്നത്. വേഗം ഭഗവാന്റെ വാക്കിനെ ഓർമ്മിച്ചുകൊണ്ട് ഈ കർദമ പ്രജാപതി സ്വയംഭൂമനിന്റെ മകളായിട്ടുള്ള ദേവഹൂതിയെ സ്വീകരിക്കാൻ തയ്യാറായി. അങ്ങനെ അവർ വിധിപ്രകാരം വിവാഹം ചെയ്തു. കൈ പിടിച്ചു കൊടുത്തു. പാണിഗ്രഹണം വിവാഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, കൈ പിടിച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ സ്വയംഭൂമനു മകളെ കർദമന് കൈ പിടിച്ചു കൊടുത്തു. കർദമൻ തപസ്വിയാണ്. എന്താ പറയുക, ജടയൊക്കെ പിടിച്ച ദേഹമാണ്, ക്ഷീണിച്ച അവശനായിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ തേജസ് എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായിട്ടുള്ള തേജസ്സായിരുന്നു. ആ തേജസ് കണ്ടപ്പോൾ തന്നെ ഇദ്ദേഹം നിസ്സാരക്കാരനല്ല ആയിട്ടുള്ള ആളല്ല എന്ന് ബോധ്യമായി. അങ്ങനെ വിവാഹം ചെയ്തു കൊടുത്തു. വേണ്ടതായ എന്താ പറയുക, ഒരു വിവാഹത്തിന് ശേഷം മകൾക്ക് വേണ്ടതായ സാധനങ്ങളൊക്കെ അമ്മയും അച്ഛനും കൂടി കൊടുത്തു. മകളെ അവിടെ ഏൽപ്പിച്ചു. കൊട്ടാരത്തിൽ കഴിഞ്ഞിരുന്ന രാജകുമാരിയാണ്. ആ രാജകുമാരിയായിട്ടുള്ള ദേവഹൂതിയെ കാട്ടിൽ തപസ് ചെയ്യുന്നതായ കർദമന് ആ തപസ്സയ്ക്ക് വിവാഹം ചെയ്തു കൊടുത്തു. അപ്പോൾ ദേവഹൂതിക്കും കർദമനെ ഇഷ്ടമാണ്, കർദമന്റെ തപസ്സും ഇഷ്ടമാണ്. എന്തായാലും ശരി, അവർ തമ്മിലുള്ള വിവാഹം കഴിഞ്ഞു. ഇവർ രണ്ടുപേരും പോയി. സ്വയംഭൂമനുവും ശതരൂപയും പോയി. ദേവഹൂതി തൻ്റെ ഭർത്താവിൻ്റെ കൂടെ അങ്ങനെ കഴിയാൻ തുടങ്ങി. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞു. പക്ഷെ ഇദ്ദേഹത്തിന് തപസ്സിലുള്ള താല്പര്യം കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല.
അദ്ദേഹം പതിവ് പോലെ തപസ്സിൽ മുഴുകി. ഈ ദേവഹൂതിയാണെങ്കിലോ അദ്ദേഹത്തെ ശുശ്രൂഷിച്ചുകൊണ്ട് അവിടെ കഴിഞ്ഞു. അങ്ങനെ അവർ കഴിയുന്ന സമയത്ത് എന്തു പറ്റിയെന്ന് വെച്ചാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹം ശ്രദ്ധിക്കുന്നത്, ദേവഹൂതി തൻ്റെ ഭാര്യയാണല്ലോ, വിവാഹിതയാണ്, ഇപ്പോൾ ദമ്പതികളാണ്, ഗൃഹസ്ഥാശ്രമധർമ്മത്തെ വേണ്ട വിധത്തിൽ അനുഷ്ഠിച്ചിട്ടില്ല. അപ്പോൾ ദേവഹൂതിയുടെ ആഗ്രഹങ്ങളൊന്നും സാധിച്ചു കൊടുത്തിട്ടില്ല, ഒരു പത്നിയുടെ ആഗ്രഹത്തെ ഒന്നും സാധിച്ചു കൊടുത്തിട്ടില്ല. എന്താ ചെയ്യുക? അതുകൊണ്ട് എത്രയും വേഗം അവൾക്ക് വേണ്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം എന്ന് തീരുമാനിച്ചു. എന്നിട്ട് ദേവഹൂതിയോട് പറഞ്ഞു, നീ ആഗ്രഹിച്ച പോലെ തന്നെ നമ്മുടെ ഗൃഹസ്ഥ ധർമ്മം അനുഷ്ഠിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അതിലെന്താ വേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇങ്ങനെ എന്താ പറയുക, ആകെ മെലിഞ്ഞുണങ്ങി വല്ലാത്ത ക്ഷീണിച്ച അവസ്ഥയിലാണ് നീ. അപ്പം നിന്റെ ആഗ്രഹങ്ങളൊന്നും പൂർത്തിയാകാൻ എനിക്ക് സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, ഞാൻ ആദ്യം നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിക്കുന്ന വിധത്തിൽ ഒരു വിമാനത്തെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഒരു വിമാനമുണ്ടാക്കി. വിമാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്ന വിമാനത്തിൻ്റെ പോലത്തെയാണെന്ന് വിചാരിക്കേണ്ട. ഇത് വലിയ കൊട്ടാരം, അത് ആകാശത്തിലൂടെ പറന്നു നടക്കുന്ന തരത്തിലുള്ളൊരു കൊട്ടാരം, മാളികകളും പൂന്തോട്ടങ്ങളും ഒക്കെ ആയിട്ട്, താമസിക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു വിമാനത്തെ. അതിൻ്റെ പേര് പറയുന്നത് കാമകം എന്നാണ്. കാമം ആഗ്രഹം, മനസ്സ്. എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് അതുപോലെ അത് പ്രവർത്തിക്കും, അല്ലെങ്കിൽ അവിടേക്ക് അത് പോകും. അങ്ങനെയുള്ള ഒരു വിമാനത്തെ അദ്ദേഹം തൻ്റെ യോഗശക്തി കൊണ്ട് തയ്യാറാക്കി. ഈ ഭാര്യയോട് പറഞ്ഞു, ദേവഹൂതിയോട് പറഞ്ഞു, നീ എന്ത് ചെയ്യണം, ഈ ശരീരം വെച്ചുകൊണ്ട് നമ്മുടെ ദാമ്പത്യ ബന്ധം നടക്കില്ല. അതുകൊണ്ട് നീ തൊട്ടടുത്തുള്ള ബിന്ദു സരസിൽ പോയിട്ട് മുങ്ങി വരുമെന്ന് പറഞ്ഞു, കുളിച്ചു വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ദേവഹൂതി ആ ബിന്ദു സരസിൽ പോയി മുങ്ങിയ സമയത്ത് പഴയതിനേക്കാൾ സുന്ദരിയായി. മുമ്പ് എങ്ങനെയാണോ ആ സ്വയംഭൂമനുവിനോട് കൂടി വന്നത്, അതിനേക്കാൾ സൗന്ദര്യത്തോട് കൂടിയിട്ട് അവിടെ മുങ്ങി നിവർന്നു. അവിടെ നിരവധി ദാസിമാര്, തോഴിമാര് അവരെ ശുശ്രൂഷിക്കാനായിട്ട് എത്തിയതാണ്. ഗംഗ തുടങ്ങിയ നദികളൊക്കെ ദാസിമാരുടെ രൂപത്തിൽ വന്നു എന്നാണ്. എന്നിട്ട് ഇവരെ വേണ്ടതായ സൗന്ദര്യം ഒക്കെ വരുത്തി, വസ്ത്രങ്ങളും ആഭരണങ്ങളൊക്കെ അണിയിച്ച് അങ്ങനെ സ്വയംഭൂമനുവിൻ്റെ കർദമ പ്രജാപതിയുടെ മുന്നിൽ കൊണ്ടുവന്ന് എത്തിച്ചു. കർദമ പ്രജാപതിയാണെങ്കിലോ അദ്ദേഹം തൻ്റെ ശരീരത്തെ യോഗശക്തി കൊണ്ട് ചെറുപ്പമാക്കി, യൗവനയുക്തനാക്കിയിട്ട് ഈ സ്വയംഭൂമനുവിൻ്റെ മകളായ ദേവഹൂതിയും ഭർത്താവായിട്ടുള്ള കർദമനും കൂടിയിട്ട് 100 കൊല്ലം അവര് വിവിധങ്ങളായ ലോകങ്ങളിൽ ചുറ്റി നടന്നു എന്നാണ്. വൈശ്രംഭകം, പുഷ്പഭദ്രം, ഇന്ദ്രതടാകം, ഇങ്ങനെ കുറേ ചൈത്രരഥ്യം, ഇങ്ങനെ കുറേ സ്ഥലങ്ങളുടെ പേരൊക്കെ പറയുന്നുണ്ട്. നിരവധി സ്ഥലങ്ങളിൽ അവരുടെ ദാമ്പത്യ ലീലകളായിട്ട് അങ്ങനെ ഭാര്യാഭർത്തക്കന്മാരായിട്ട് രമിച്ച് നടന്നു. അങ്ങനെ 100 കൊല്ലം അവർ രമിച്ച സമയത്ത് അവർക്ക് 9 പെൺമക്കളുണ്ടായി. കർദമൻ തൻ്റെ വീര്യത്തെ 9 പകുത്ത് ദേവഹൂതിക്ക് നൽകിയെന്നാണ്. അതിൽ നിന്ന് 9 പെൺമക്കളുണ്ടായി. ഈ 9 പെൺമക്കളും ഒരേ സമയമാണ് ഉണ്ടായത്
എന്നാണ് പറയപ്പെടുന്നത്. ഈ 9 പെൺമക്കളുണ്ടായ സമയത്ത് പെട്ടെന്ന് ദേവഹൂതിക്ക് തോന്നി, ഇദ്ദേഹം പറഞ്ഞിരുന്നത് മക്കളുണ്ടായാൽ പോകുന്നതാണ്, ഗൃഹസ്ഥാശ്രമധർമ്മം വിട്ടു പോകുന്നതാണ്. അയ്യോ, അദ്ദേഹം വിട്ടുപോകുമോ? ഇനി എന്താ ചെയ്യാ? അദ്ദേഹത്തോട് പറഞ്ഞു, പോകരുതേ, ഈ കുട്ടികളൊക്കെ വളർത്തി വലുതാക്കി അവരുടെ വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങേക്ക് പോകാം, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യും? അത് മാത്രമല്ല, ഈ പെൺകുട്ടികളൊക്കെ അവരവരുടെ ഭർത്താക്കന്മാരുടെ വീട്ടിലേക്ക് പോകും. എനിക്കൊരു മകനെ വേണം, അതും കൂടി അങ്ങ് തന്ന് അനുഗ്രഹിക്കണം. അപ്പോഴാണ് കർദമൻ ആലോചിച്ചത്, ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഭഗവാൻ തന്നെ മകനായിട്ട് അംശമായിട്ട് അവതരിക്കുന്നു, തൻ്റെ മകനായിട്ട്. അങ്ങനെ ഈ കർദമൻ വീണ്ടും ഗൃഹസ്ഥാശ്രമത്തിൽ കഴിഞ്ഞു. അങ്ങനെ ഗൃഹസ്ഥാശ്രമത്തിൽ കഴിയുന്ന സമയത്ത് ഭഗവാൻ തന്നെ ആ കർദമന്റെയും ദേവഹൂതിയുടെയും മകനായിട്ട് അവതരിക്കുകയാണ്. കർദമന്റെ വീര്യം, ഭഗവാൻ പറഞ്ഞ പോലെ ഭഗവാന്റെ അംശം കർദമന്റെ വീര്യത്തിലൂടെ ദേവഹൂതിയുടെ മകനായിട്ട് ഭഗവാൻ തന്നെ അവതരിച്ചു. തസ്യാം ബഹുതിരേ കാലേ ഭഗവാൻ മധുസൂദനഃ കാർദമം വീര്യമാപന്നോ ജജ്ഞേ അഗ്നിരിവദാരുണീം. ഭഗവാൻ ആ കർദമ പ്രജാപതിയുടെ വീര്യത്തെ പ്രാപിച്ചിട്ട് അഗ്നിയെപ്പോലെ, എങ്ങനെയാണോ അരണിയിൽ നിന്ന് അരണി കടഞ്ഞ അഗ്നി ഉണ്ടാക്കുന്നത്, അതുപോലെ ആ അഗ്നിയുടെ തേജസ്സോട് കൂടിയിട്ട് ഭഗവാൻ ദേവഹൂതിയിൽ ജനിച്ചു. കർദമന്റെയും ദേവഹൂതിയുടെയും മകനായിട്ട് ജനിച്ചു. കപിലൻ എന്നുള്ള പേരിലാണ് ജനിച്ചത്. കപിലെന്ന് വാക്കിനർത്ഥം കപിലവർണ്ണമുള്ളവെന്നർത്ഥം. കപിലെന്ന് പറഞ്ഞാൽ ചെമ്പിച്ചത്, ചെമ്പിച്ച ദേഹം അല്ലെങ്കിൽ ചെമ്പിച്ച മുടി എന്നൊക്കെ പറയാം. തലമുടിയും ദേഹത്തെ മുടിയൊക്കെ ചെമ്പൻ നിറമായിട്ട്, അങ്ങനെ നിറത്തോടു കൂടി അവതരിച്ചപ്പോഴാണ് ഭഗവാന് കപിലൻ എന്ന് പേരുണ്ടായത്. കപിലെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല, ചിലപ്പോൾ നമ്മൾ കപിൽ ദേവ് എന്ന് കേട്ടിട്ടുണ്ടാവും, കപിലദേവൻ, പക്ഷെ അതും കേട്ടിട്ടുണ്ടാവില്ല, കപിൽ ദേവ് എന്ന് കേട്ടിട്ടുണ്ടാവും. കാരണം എന്താണ്? കുറേ കാലം മുമ്പ്, 10-30 വർഷം മുമ്പ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ക്യാപ്റ്റനായിരുന്നു കപിൽ ദേവ്. ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അടുത്ത കാലത്ത് അദ്ദേഹത്തിനെ കുറിച്ച് സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, 1983 എന്ന് പറഞ്ഞിട്ട്. ഈ കപിലദേവന്റെ പേരാണ് കപിൽ ദേവിന് ഇട്ടിരിക്കുന്നത്, ക്രിക്കറ്റ് കളിക്കാരൻ കപിൽ ദേവിന്. ഇപ്പൊ കപിലദേവനായിട്ട് ഭഗവാൻ അവതരിച്ചു. കപിലദേവനായിട്ട് ഭഗവാൻ അവതരിച്ചപ്പോൾ ഇദ്ദേഹം പോകാനൊക്കെ ആയിട്ട് തയ്യാറായി. അപ്പോൾ പറഞ്ഞു, അയ്യോ പോയാൽ പറ്റില്ല. പറഞ്ഞു, എനിക്ക് ഇനി തപസ് ചെയ്യാൻ വേണ്ടത്. അപ്പോഴേക്കും പെൺമക്കളുടെ വിവാഹമൊക്കെ കഴിഞ്ഞു എന്നാണ്. പെൺമക്കളെ വേണ്ട വിധത്തിൽ വിവാഹം ചെയ്ത് അയച്ചു എന്നാണ്. 9 പെൺമക്കളെയും സപ്തർഷികൾ ഉൾപ്പെടെ 9 ആളുകൾക്കായിട്ട് വിവാഹം ചെയ്തു കൊടുത്തു. ആരൊക്കെയാണ് വിവാഹം ചെയ്തത്? ഈ കർദമന്റെയും ദേവഹൂതിയുടെയും പെൺമക്കൾ ആരൊക്കെയാണ്? ഭാഗവതത്തിൽ കൊടുത്തിരിക്കുന്നു. കല എന്ന് പറഞ്ഞ മകളെ മരീചിക്ക് വിവാഹം ചെയ്തു കൊടുത്തു. അനസൂയയെ അത്രയ്ക്ക് വിവാഹം ചെയ്തു കൊടുത്തു. ശ്രദ്ധ എന്ന് പറഞ്ഞ മകളെ അങ്കിരസിന് വിവാഹം ചെയ്തു കൊടുത്തു. ഹവിർഭൂ എന്ന് പറഞ്ഞ മകളെ പുലസ്തന് വിവാഹം ചെയ്തു. ഗതി എന്ന് പറഞ്ഞ മകളെ പുലഹന് വിവാഹം ചെയ്തു കൊടുത്തു. ക്രിയ എന്ന് പറഞ്ഞ മകളെ ക്രതുവിന് വിവാഹം ചെയ്തു കൊടുത്തു. ഖ്യാതി എന്ന് പറഞ്ഞ മകളെ ഭൃഗുവിന് വിവാഹം ചെയ്തു കൊടുത്തു. അരുന്ധതി എന്ന് പറഞ്ഞ മകളെ വസിഷ്ഠന് വിവാഹം ചെയ്തു കൊടുത്തു. ശാന്തിയെ അഥർവാവിന് വിവാഹം ചെയ്തു കൊടുത്തു. ഇങ്ങനെ ഈ 9 പെൺമക്കളെയും യോഗ്യരായ 9 പേർക്ക് കൈപിടിച്ചു കൊടുത്തു. അതുകൂടി ഈ കർദമൻ ചെയ്തു. എന്നിട്ട് അദ്ദേഹം തൻ്റെ ഗൃഹസ്ഥാശ്രമധർമ്മത്തെയൊക്കെ വെടിഞ്ഞ്
അദ്ദേഹം തപസ്സിന് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ തപസ്സിന് പോകാൻ നിൽക്കുന്ന സമയത്ത് ഭഗവാൻ, കപിലനായിരിക്കുന്ന ഭഗവാൻ തന്നെ അച്ഛനായിട്ടുള്ള ആ കർദമന് ഉപദേശത്തെ കൊടുത്തു. എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരും കേൾക്കേണ്ട കാര്യമാണ്. അമ്മയ്ക്ക് കൊടുത്ത ഉപദേശം കപിലഗീത, കപിലോപദേശം എന്നൊക്കെ പേര് പ്രസിദ്ധമാണ്. ഇനി അടുത്ത പ്രഭാഷണം അതിനെക്കുറിച്ചാണ്. അപ്പം അത് ഞാൻ പറയുന്നില്ല. അതിനു മുമ്പ് കപില മഹർഷി അച്ഛന് കൊടുത്ത ഉപദേശത്തെ പറയാം. ആദ്യം പറയണ, അഹോപാപച്യമാനാനാം നിരയേ സ്വൈരമംഗളൈഹി കാലേന ഭൂയസാനൂനം പ്രസീദന്തീഹ ദേവതാഃ. നമ്മളെ ഓരോരുത്തരും നമ്മുടെയൊക്കെ കർമ്മങ്ങളുടെ ദോഷം കാരണം ഈ ലോകത്തിൽ കിടന്ന് കഷ്ടപ്പെടുക. പക്ഷേ ഇങ്ങനെ കഷ്ടപ്പെട്ടാലും നമ്മൾ ഓരോരുത്തരും ഭഗവാനെ ഭജിക്കുകയാണെങ്കിൽ, വളരെ കാലം ഭജിക്കുകയാണ്, ഈശ്വരനെ ആരാധിക്കുകയാണെങ്കിൽ അവരിൽ ദേവതമാരുടെ പ്രസാദം ഉണ്ടാവും, ഭഗവാന്റെ പ്രസാദം ഉണ്ടാവും. അത് വലിയ കാര്യമാണ്. ഈ ദേവതമാരുടെ പ്രസാദം എങ്ങനെയാ ഉണ്ടാവുക? ഭഗവത് ഭജനം കൊണ്ടാണ് ഉണ്ടാവുക. അങ്ങനെ ഭജിച്ചാല് എത്രയോ കാലങ്ങളായി നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ, മോശം കാര്യങ്ങൾക്കൊക്കെ അവസാനം വരും, നല്ലതിനൊക്കെ ഫലവും ഉണ്ടാവും. ഭക്തിയോഗത്തോടു കൂടി ഭഗവാനെ ഭജിക്കാനായി സാധിക്കണം. സമാധിയോഗത്തോടു കൂടിയിട്ട് ഭഗവാനെ ആശ്രയിക്കാൻ സാധിക്കണം. ഭഗവാനെ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തില്, ഭഗവാന്റെ പാദങ്ങളെ, പാദപത്മങ്ങളെ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തില് പ്രതിഷ്ഠിക്കണം, അവിടെ കാണണം. യോഗികൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഭഗവാനെ തങ്ങളുടെ ഉള്ളില് പ്രതിഷ്ഠിക്കുന്നുണ്ട്, കാണുന്നുണ്ട്. അങ്ങനെയുള്ള ഭഗവാൻ, ആ ഭഗവാൻ പ്രസന്നനായാൽ പിന്നെ വേറെ എന്താ വേണ്ടത്? ആ ഭഗവാൻ തന്നെയാണ് ഇപ്പോ കർദമന്റെ മകനായിട്ട് വന്ന്, കപിലനായിട്ട് വന്ന് ജനിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ഭഗവാനെ മകനായി കിട്ടിയ അങ്ങ് ഭാഗ്യം തന്നെ ചെയ്ത ആളാണ്. കർദമനോട് പറയാം, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അങ്ങയുടെ മകനായിട്ട് അർപ്പിച്ചോളാണ്. ഇതാ വാക്ക് ഞാൻ സത്യമാക്കിയിട്ടുണ്ട്. ഭഗവാൻ ഒരു കാര്യം പറഞ്ഞാൽ അത് നടപ്പിലാക്കും, വെറുതെ പറഞ്ഞതല്ല. ഞാൻ അങ്ങയുടെ മകനായിട്ട് അവതരിക്കുന്നു, ദാ അവതരിച്ചിരിക്കുന്നത്. എന്തിനാ അവതരിക്കുന്നത്? ഭക്തന്മാരെ അനുഗ്രഹിക്കാനാ. ഭക്ത അനുഗ്രഹാർത്ഥം എന്നാണ് ഒരു കാര്യം. മർത്യശിക്ഷണാർത്ഥമാണ് അടുത്ത കാര്യം. മനുഷ്യർക്ക് അറിവ് പകർന്നു കൊടുക്കാനായിട്ട്. ലോക അനുഗ്രഹാർത്ഥം അല്ലെങ്കിൽ ഭക്താനുഗ്രഹാർത്ഥം, മർത്യശിക്ഷണാർത്ഥം. ഇനിയോ എൻ്റെ ഈ അവതാരത്തിൻ്റെ പ്രത്യേകത കൂടിയുണ്ട്. ഞാനിവിടെ ആത്മജ്ഞാനത്തെ നൽകാൻ വേണ്ടി വന്നിട്ടുള്ള, എങ്ങനെ? സാഖ്യ ശാസ്ത്രം ഉപദേശിച്ചുകൊണ്ട്, സാഖ്യയോഗത്തെ ഉപദേശിച്ചുകൊണ്ട് ആത്മജ്ഞാനത്തെ നൽകാനായിട്ട് അവതരിച്ചിട്ടുള്ള. അപ്പൊ അങ്ങനെയുള്ള ആളാണ് തൻ്റെ മുന്നിൽ മകനായിരിക്കുന്നത് എന്ന് കർദമന് നല്ല ബോധ്യമുണ്ട്. അദ്ദേഹം മകനാണെങ്കിലും ആ ഭഗവാനെ നമസ്കരിച്ചു എന്ന് പറയാം. നേരത്തെ ചെയ്തിട്ടുണ്ട്. ഭഗവാനെ, അങ്ങ് എങ്ങനെ അവതരിച്ചാലും അത് അങ്ങേക്ക് യോജിച്ചതാണ്. എന്നാൽ അങ്ങേക്ക് വേറെ ഒന്നും ബാധിക്കുന്നില്ല. അങ്ങേക്ക് 4 കൈകളോടുകൂടി അവതരിക്കാം, 2 കൈകളോടുകൂടി അവതരിക്കാം, നീലമേഘശ്യാമരനായിട്ട് അവതരിക്കാം, കപിലവർണ്ണത്തിൽ അവതരിക്കാം. ഇങ്ങനെയുള്ള അങ്ങേക്ക് നമസ്കാരം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ നമസ്കരിച്ചു. അങ്ങേക്ക് ഏത് രൂപത്തിൽ വന്നാലും അതിലൊരു പോരായ്മയില്ല. എൻ്റെ മകനായിരിക്കുന്നത് ആ സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്, ശ്രീഹരിയാണ്. ഇതാ ഞാൻ അങ്ങയെ ശരണം പ്രാപിക്കുകയാണ്. ഈ ലോകത്ത് എന്തൊക്കെ വേണോ നമുക്ക് അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ നേടാനായി സാധിക്കണം. കാരണം ഈ ലോകത്തെ സുഖങ്ങളൊന്നും എന്നും നിലനിൽക്കുന്ന സുഖങ്ങളല്ല.
എക്കാലത്തും ആ സുഖത്തിന് വലിയ കാര്യമൊന്നുമില്ല. ഏറ്റവും വലിയ സുഖം എന്താണ്? ഭഗവാനിൽ ചേരുക എന്നുള്ളതാ, ഭഗവാനെ അറിയുക എന്നുള്ളതാ. നിത്യമായതെന്താണ് അനിത്യമായതെന്താണെന്ന് തിരിച്ചറിയുകയാണ് വേണ്ടത്. അതിനുള്ള അവബോധമുണ്ടാവണം. ഭഗവാനെ അറിയണം. ഭഗവാനാണ് നിത്യമായിട്ടുള്ളത്. അനിത്യമായിട്ടുള്ള ഈ കാണുന്ന സകല കാര്യങ്ങളും അനിത്യമാണ്, നിത്യമല്ലാത്തതാണ്. ഈ ലോകത്തിലെ വസ്തുക്കളിലൊക്കെ വൈരാഗ്യം ഉണ്ടാവണം. വിഷയങ്ങളിലെ വൈരാഗ്യം ഉണ്ടാവണം. വിശേഷണമായുള്ള രാഗം, വിരാഗം, വിശേഷണയുള്ള രാഗം ഭഗവാനിലുണ്ടാവണം. അങ്ങനെ എല്ലാ ഐശ്വര്യ ഗുണങ്ങളോടും കൂടി അവതരിച്ചിരിക്കുന്ന ഭഗവാനെ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്ന് കർദമൻ. ഭഗവാൻ പറഞ്ഞു, ഇങ്ങനെ നിരവധി കാര്യങ്ങളെ കൊണ്ട് ഞാൻ കപിലമൂർത്തിയായ ഭഗവാനെ ശരണം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞ് ആ കർദമനോട് ഭഗവാൻ പറഞ്ഞു, ഞാൻ ഈ ലോകത്തിന് പരമാർത്ഥ ജ്ഞാനത്തെ നൽകാനായിട്ട് അവതരിച്ചിരിക്കുന്നത് അങ്ങയുടെ മകനായിട്ട്. അങ്ങക്ക് ഈ വീട് വിട്ടു പോകണം, അച്ഛനെ ഈ വീട് വിട്ടു പോകണമെന്നുണ്ടെങ്കിൽ പോകാം, സന്യസിക്കാം. അതിന് ഞാൻ എന്താ അനുമതി തന്നിരിക്കുകയാണ്. അങ്ങയുടെ ഗൃഹത്തിലെ അങ്ങയുടെ തപസ്സിന്റെ ശക്തി കൊണ്ട് ഞാൻ വന്നിരിക്കുക. ഇനി അങ്ങയുടെ ആ ഗൃഹസ്ഥധർമ്മം പൂർത്തിയായി. ഇനി അങ്ങ് കാട്ടിലോ എവിടെയാച്ചാൽ പോയിട്ട് തപസ് ചെയ്തോളൂ. ഞാൻ ഈ ലോകത്ത് കപിലൻ എന്നുള്ള പേരിൽ അവതരിച്ചിരിക്കുന്നത് മോക്ഷം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ട കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കാനായിട്ടാണ്. പ്രകൃതി, പുരുഷൻ ഇവയെക്കുറിച്ചൊക്കെ തരംതിരിച്ചറിയണം. അവ തമ്മിലുള്ള ഭേദമറിയണം. അങ്ങനെ വേർതിരിച്ചറിഞ്ഞാൽ ആ അറിയുന്ന ആൾക്കാണ് പരമപദത്തെ പ്രാപിക്കാനായി സാധിക്കുക. അങ്ങനെ അറിയാനായിട്ടുള്ള സാഖ്യ ശാസ്ത്രത്തെ ഞാൻ ഉപദേശിക്കും ഈ ലോകർക്കുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട്. പ്രകൃതി പുരുഷ വിവേചനം എന്നാ പറയാ. ഭഗവാൻ പുരുഷൻ, ഭഗവാന്റെ ശക്തി പ്രകൃതി. ഈ പ്രകൃതി പുരുഷ വിവേകമാണ് സാഖ്യത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം. സാഖ്യ ദർശനത്തിൽ തന്നെ സ്വേശ്വര സാഖ്യവും നിരീശ്വര സാഖ്യവും ഒക്കെ ഉണ്ട്. എന്തായാലും അതൊന്നും ഞാൻ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്ന സാഖ്യത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അത് വെറും സാഖ്യമല്ല, അത് ആധ്യാത്മിക ശാസ്ത്രം തന്നെയാണ്. പുരുഷൻ ആരാണ്? പുരുഷൻ പുരുഷേതേ ഇതി പുരുഷ. പുരത്തിൽ വസിക്കുന്നവനാരോ അവൻ പുരുഷൻ. പുരമേതാണ്? ശരീരമാകുന്ന പുരം. നമ്മുടെ ഓരോരുത്തരെയും ശരീരമാകുന്ന പുരത്തിൽ വസിക്കുന്നവനാണ് പുരുഷൻ. ഇനിയോ വേറൊരു അർത്ഥം എന്താണ്? പൂർണ്ണത്വാത് പുരുഷ ഉച്യതേ. പൂർണ്ണത കൊണ്ട് പുരുഷൻ എന്ന് പറയുന്നു. എന്താ പൂർണ്ണത? ആ എങ്ങും നിറഞ്ഞിരിക്കുക, എല്ലാ കാര്യത്തിലും പൂർണ്ണനായിരിക്കുന്നത് കൊണ്ട് പുരുഷൻ. ആ പുരുഷനായിരിക്കുന്നത് ഭഗവാനാണ്. ആ ഭഗവാന്റെ ശക്തിയാണ് പ്രകൃതി. പ്രകൃഷേണ കൃതമായത്. പുരുഷനില്ലാതെ പ്രകൃതിക്കോ, പുരുഷനില്ലാതെ പ്രകൃതിക്ക് നിലനിൽപ്പേ ഇല്ല. ഇനി പ്രകൃതിയില്ലാതെ പുരുഷനോ ഈ കാണുന്നൊന്നും പറ്റൂല. നമ്മൾ ഈ കാണുന്ന ലോകത്തെ പ്രകൃതി എന്നാ പറയാ. ഒരു വാക്ക് പ്രകൃതി എന്നാണ്. പ്രകൃഷേണ കൃതമായത് എന്നാണ്. ഈ പ്രകൃതി പുരുഷ വിവേചനമാണ് സാഖ്യ ശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട കാര്യം. ഇത് അങ്ങ് വേണ്ട വിധത്തില് ഉപദേശിക്കാനായിട്ടാണ്, ലോകത്തെ എല്ലാവർക്കും നൽകാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, കപിലനായിട്ട് വന്നിരിക്കുന്നത്. ഇതാ അങ്ങേക്ക് അച്ഛനെ പോകാനായിട്ട് നീ തപസ് ചെയ്യാൻ പോയിട്ട് എൻ്റെ അനുമതി തന്നിട്ടുണ്ട്. അങ്ങ് എങ്ങനെയാണോ തപസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ തന്നെ ചെയ്തോളൂ. എല്ലാ കർമ്മങ്ങളും എന്നിൽ സമർപ്പിക്കണം.
അങ്ങനെയാണെങ്കിൽ പുണ്യം ഉണ്ടാവില്ല, പാപം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഈ ദേഹത്തെ നന്നായിട്ട് വിട്ട് അജ്ഞാനമാകുന്ന ഗ്രന്ഥി, അവിദ്യാഗ്രന്ഥിയെ ഭേദിച്ച് നശിപ്പിച്ച് മോക്ഷപ്രാപ്തിയെ നേടാൻ സാധിക്കും. എല്ലാ കർമ്മങ്ങളും ഈശ്വരന് സമർപ്പിച്ച് ചെയ്യുക, ഈശ്വരാർപ്പണമായി അനുഷ്ഠിക്കുക. അതാണ് ഏറ്റവും വലിയ ഉപാസന, പരമമായ ഉപാസന. അങ്ങനെ കർമ്മങ്ങളൊക്കെ ഈശ്വരാർപ്പണമായി ചെയ്താൽ എന്താ ഗുണം? എല്ലാ കർമ്മങ്ങളും ഈശ്വരാർപ്പണമായി ചെയ്താൽ അന്ധക്കരണ ശുദ്ധി ഉണ്ടാവും. കർമ്മത്തെ കർമ്മയോഗമായി ചെയ്യുന്നതാണ് സമർപ്പണം, അല്ലെങ്കിൽ സമർപ്പണത്തോടു കൂടി ചെയ്യുന്നതാണ് കർമ്മയോഗം. അങ്ങനെ ചെയ്താൽ അന്ധക്കരണ ശുദ്ധി ഉണ്ടാവും, അതിൻ്റെ അവസാനമായി മുക്തിയെയും കിട്ടും. ഈശ്വരാർപ്പിതം നേച്ഛയാകൃതം ചിത്തശോധകം മുക്തിസാധകം. അധ്യാത്മരാമായണത്തിൽ ഭഗവാൻ ലക്ഷ്മണന് ഉപദേശം കൊടുക്കുന്ന സ്ഥലത്ത് പറയുന്നുണ്ട്, രാമനവമിയല്ലേ, കർമ്മങ്ങൾ സംഘങ്ങളൊന്നിലും കൂടാതെ കർമ്മഫലങ്ങളിൽ കാംക്ഷയും കൂടാതെ കർമ്മങ്ങളെല്ലാം വിധിച്ചവണ്ണം പരബ്രഹ്മണി നിത്യേ സമർപ്പിച്ചു ചെയ്യണം. കർമ്മങ്ങളൊക്കെ എവിടെ സമർപ്പിക്കണം? പരമാത്മാവിൽ സമർപ്പിക്കണം, പരബ്രഹ്മണി. നമ്മൾ എന്ത് ചെയ്യണ സമയത്തും ആ പരമാത്മസ്വരൂപനായ ഭഗവാനിൽ സമർപ്പിച്ച് കർമ്മങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കണം. അങ്ങനെ ചെയ്താൽ ഉള്ളം ശുദ്ധമാകും, അതുവഴി ആ പരമപദത്തിലെത്താനായിട്ട് സാധിക്കും. ഇത് ഭഗവാൻ അച്ഛന് തന്നെ പറഞ്ഞു കൊടുക്കുന്ന ഭാഗമാണ്. ഇനിയോ, എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ ആത്മാവായി പ്രകാശിക്കുന്നത് ഞാൻ തന്നെയാണ്. എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിലും ആത്മാവായിരിക്കുന്നത് ഭഗവാൻ തന്നെയാണെങ്കിൽ നമ്മുടെ ഉള്ളിലുണ്ടാവും. അങ്ങനെയുള്ള എന്നെ നന്നായിട്ട് അറിയണം, നന്നായിട്ട് അനുഭവിക്കണം. അങ്ങനെയാണെങ്കിൽ അങ്ങ് ആ മുക്തിയെ പ്രാപിക്കും, മോക്ഷത്തെ പ്രാപിക്കും. ഇനി അങ്ങക്ക് ഗൃഹസ്ഥധർമ്മവുമായി ബന്ധപ്പെട്ട ചിന്തകളൊന്നും ഉണ്ടാവില്ല. ദേവഹൂതിയെക്കുറിച്ചോ അല്ലെങ്കിൽ മക്കളെക്കുറിച്ചോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ അമ്മയ്ക്ക്, അച്ഛൻ വിട്ടുപോയാൽ അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊക്കെ തീർക്കാൻ ഞാൻ അമ്മയ്ക്ക് ഉപദേശം കൊടുത്തോളാം. അതുകൊണ്ട് അമ്മയ്ക്ക് മുക്തിയെ കിട്ടും. അച്ഛനിപ്പോൾ തപസ്സിനായിട്ട് പൊക്കോളാൻ പറഞ്ഞു. ഇങ്ങനെ ആ കപിലമൂർത്തിയായിട്ടുള്ള ഭഗവാന്റെ ഉപദേശം കേട്ട് അച്ഛനായിട്ടുള്ള കർദമൻ അവിടുന്ന് തപസ് ചെയ്യാൻ പോയി. ഭഗവാനെ പ്രദക്ഷിണം ചെയ്തിട്ട് തപസ് ചെയ്യാനായി പോയി, വനത്തിലേക്ക് പോയി. അവിടെ അദ്ദേഹം ആ സന്യാസിയായി കഴിഞ്ഞ് പിന്നീട് ക്രമത്തിൽ ഈ ഭഗവാന്റെ ആ പാദപത്മങ്ങൾ തന്നെ പ്രാപിച്ചു എന്ന് പറയാം. അദ്ദേഹം മൗനത്തിലിരുന്നു, അദ്ദേഹം വ്രതമെടുത്തു, അദ്ദേഹം വിഷയങ്ങളെ മുഴുവൻ വിട്ടു, ജനങ്ങളോടുള്ള ചർച്ചയൊക്കെ വിട്ടു. മുമ്പ് ചെയ്തിരുന്ന അഗ്നിഹോത്രം തുടങ്ങിയതായ കർമ്മങ്ങൾ മുഴുവൻ വിട്ടു. അദ്ദേഹം ഒരു മുനിയായിട്ട് ഈ ഭൂമിയിൽ സഞ്ചരിച്ചു എന്ന് പറയാം. പിന്നീട് അദ്ദേഹത്തിന് മോക്ഷപ്രാപ്തിയെ ലഭിച്ചു, കർദമന്. അദ്ദേഹം ആ ഭഗവാന്റെ യഥാർത്ഥ തലത്തെ, ആ പരമാർത്ഥ തലത്തെ മനസ്സിലാക്കി. ആ പരമാത്മാവ് അല്ലെങ്കിൽ പരമാർത്ഥമായിട്ടുള്ളത് ബ്രഹ്മമാണ്, അതിനെ പ്രാപിക്കലാണ് വേണ്ടതെന്ന് മനസ്സിലാക്കി അദ്ദേഹം അതിനെ തന്നെ ചിന്തിച്ചുകൊണ്ട് തൻ്റെ ശരീരം, മനസ്സ്, ഇന്ദ്രിയങ്ങൾ തുടങ്ങിയവയിലുള്ള എല്ലാ താല്പര്യങ്ങളൊക്കെ വിട്ടുകൊണ്ട്, വിഷയങ്ങളിലെ താല്പര്യങ്ങളൊക്കെ വിട്ടുകൊണ്ട്, തന്നെ കഷ്ടപ്പെടുത്തുന്നതായ കാര്യങ്ങളിലൊക്കെ മാറി നിന്നുകൊണ്ട്, ദ്വന്ദ്വങ്ങളിൽ നിന്ന് ചൂട്, തണുപ്പ്, വിശപ്പ്, ദാഹം, സങ്കടം, സന്തോഷം, ഇങ്ങനെ ഓരോ നമ്മളെയൊക്കെ കഷ്ടപ്പെടുത്തുന്ന കുറേ ദ്വന്ദ്വങ്ങളുണ്ട്, ഇരട്ടകളുണ്ട്. ഈ ഇരട്ടകളിൽ നിന്നൊക്കെ വിട്ടുകൊണ്ട് അദ്ദേഹം സഞ്ചരിച്ചു എന്ന് പറയാം. ലോകം മുഴുവൻ സഞ്ചരിച്ചു, ഭഗവാനിൽ വലിയ ഭക്തിയെ നേടി. അദ്ദേഹത്തിന്
ജ്ഞാനികൾക്ക് ലഭിക്കുന്നതായ അപരോക്ഷ ജ്ഞാനത്തെ കിട്ടി, ആ പരമാത്മാവിലെ സാക്ഷാത്കാരത്തെ കിട്ടി. അങ്ങനെ ആ കർദമൻ ഭഗവാനിൽ ചേർന്നു എന്നുള്ള ചരിതത്തെ പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായത്തെ സമർപ്പിച്ചത്. സമയമുണ്ടെങ്കിൽ നമുക്ക് ഭഗവാനെ കർദമൻ സ്തുതിച്ചതായ ഭാഗത്തെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് ഭാഗം അത് കാണാം, ഒരു 10 മിനിറ്റിലധികം സമയം കൂടി ഉണ്ട്. ആ ഭാഗത്തെ നമുക്ക് കാണാം. ഭഗവാൻ അവതരിച്ച സമയത്ത് എങ്ങനെയാണ് സ്തുതിച്ചത് എന്നുള്ളത് ആ കുറച്ച് ഭാഗം, കുറച്ച് ശ്ലോകങ്ങളുണ്ട്, ഒരു 10 ശ്ലോകത്തിലധികം ഉണ്ട്. അതിൽ ചില ശ്ലോകങ്ങളെ കാണാം. ജുഷ്ടം ബദാദ്യാഖില സത്വരാശേ സംസിദ്ധ്യമക്ഷ്ണോസ്തവ ദർശനാന്ന യദ്ദർശനം ജന്മഭിരീഡ്യ സദ്ധി ആശാസതേ യോഗിനോ രൂഢയോഗാഃ. ഭഗവാനെ അങ്ങ് ആരാണ്? ഈഡ്യനാണ്, സ്തുതിക്കാനായിട്ട് യോഗ്യതയുള്ള ആളാണ്. അങ്ങ് അഖില സത്വരാശിയാണ്, ഏറ്റവും എന്ന് പറഞ്ഞാൽ സത്വത്തിൻ്റെ എല്ലാം ചേർന്നിട്ടുള്ള ആളാണ്, എല്ലാ ഗുണത്തോടും കൂടിയ ആളാണ്. അങ്ങയെ കാണുന്നത് തവ ദർശനം, അങ്ങയുടെ ദർശനം, ആ ദർശനം കൊണ്ട് എന്താ സംഭവിക്കുന്നത്? ആ ഞങ്ങളുടെ കണ്ണുകൾ സഫലമായി. നമുക്കൊക്കെ കണ്ണ് തന്നിട്ടുണ്ടെങ്കിൽ ആ കണ്ണിന് എന്താ സാഫല്യം? കണ്ണിൻ്റെ സാഫല്യം എന്താണ്? ഭഗവത് ദർശനമാണ്. ആ അങ്ങയുടെ ദർശനം എനിക്ക് കിട്ടിയില്ലേ, എൻ്റെ കണ്ണ് സഫലമായി. അങ്ങയെ കാണാൻ സാധിച്ചതിന് എത്രയോ കാലത്തെ പുണ്യം കൊണ്ടാണ്, എത്രയോ ജന്മങ്ങളെ കൊണ്ടാണ്. എത്രയോ യോഗികൾ എത്രയോ കാലം തപസ് ചെയ്യുന്നു അങ്ങയെ ഒന്ന് കണ്ടു കിട്ടാനായിട്ട്. അങ്ങനെയുള്ള ഭഗവാനാണ് എന്താ എൻ്റെ മുന്നിൽ വന്നിരിക്കുന്നത് എന്ന് കർദമൻ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് പറയാം. അങ്ങ് എല്ലാവരാലും സ്തുതിക്കാൻ അർഹനായിട്ടുള്ള ആളാണ്. അങ്ങക്ക് അതിന് എല്ലാ ഗുണങ്ങളുമുണ്ട്. അങ്ങ് സത്വഗുണസ്വരൂപനാണ്, സത്സ്വരൂപനാണ്. അങ്ങനെയുള്ള അങ്ങയെ കാണാൻ സാധിച്ചു തന്നെ വലിയ കാര്യമാണ്. ഏതുപോലെ നമുക്കെല്ലാവർക്കും ഇവിടെ ഇരുന്ന് ഭാഗവതം കേൾക്കാൻ സാധിച്ചെന്ന് വലിയ കാര്യമാണ്. ഭാഗവത സത്രത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത് വലിയ കാര്യമാണ്. കാരണം ഇത് എല്ലാ സ്ഥലത്തും എല്ലായ്പ്പോഴും നടക്കുന്ന കാര്യമല്ലല്ലോ. ഭഗവാൻ മുന്നിൽ വന്നാലോ പിന്നെ പറയാനുണ്ടോ? ഭഗവാനെ കാണാൻ സാധിച്ച കണ്ണിൻ്റെ ഭാഗ്യം എത്രയോ ജന്മങ്ങളുടെ പുണ്യത്തിൻ്റെ ഫലമാണ്. അങ്ങനെയുള്ള സംസ്കാരം കൊണ്ടാണ് അത് നേടാൻ സാധിച്ചതെന്ന് പറയാം. ഭഗവാന്റെ കരുണ, അതാണ് അതിനേക്കാൾ പ്രധാനം. ഭഗവാന്റെ കരുണ കൊണ്ടാണ് എന്ന് പറയാം. ഇനിയോ യേ മായയാതേ ഹതമേതസസ്ത്വൻ പാദാരവിന്ദം ഭവ സിന്ധുപോതം ഉപാസതേ കാമലവായ തേഷാം ആശീസ കാമാൻ നിരയേ പിയേസ്യുഃ. ഭഗവാനെ അങ്ങ് ആരാണ്? ഈ സംസാരമാകുന്ന കടലിനെ കടത്തുന്ന കപ്പലാണ്. ഭവസിന്ധുപോതം, ഭവം എന്ന് പറഞ്ഞാൽ ലോകം. നമ്മുടെ ഈ ലോകത്തിൻ്റെ പേരാണ് ഭവം, ഉണ്ടായത്. അതിനെ ഏതുപോലെയാ പറയാ? കടല് പോലെയാണ് പറയാ, സമുദ്രം പോലെ. ശ്രീനാരായണ ഗുരുദേവനൊക്കെ പറയുന്നത് കേട്ടില്ലേ? നാവികൻ നീ ഭവാബ്ദിക്കോരാവിവൻ തോണി നിൻ പദം. ആ ഭവസാഗരത്തെ കടത്തുന്ന നാവികനങ്ങാണ്, ആ കപ്പലും അങ്ങ് തന്നെയാണ്. അത് തന്നെ എവിടെയും പറയുന്നത് ഭവസിന്ധുപോതം. അങ്ങ് ആരാണ്? ആ സംസാര സമുദ്രത്തെ കടത്തുന്ന കപ്പലാണ്. ഏതാണത്? അങ്ങയുടെ പാദപത്മങ്ങൾ, ത്വത്പാദാരവിന്ദം. താമരപ്പൂ പോലെയുള്ള അങ്ങയുടെ പാദങ്ങൾ ഞങ്ങളെ ഓരോരുത്തരെയും സംസാരത്തിനാകുന്ന കടലിനെ കടത്തുന്നതാണ്. പക്ഷെ ഞങ്ങളുടെ കാര്യം എന്താ? ഞങ്ങള് ചെറിയ ചെറിയ സുഖത്തിന് വേണ്ടിയിട്ട്, കാമലവായ ചെറിയ ചെറിയ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഓട്ടം.
അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ അങ്ങയെ ഉപാസിക്കുന്നത് തന്നെ. ഭഗവാനെ അത് നടത്തി തരണേ, ഇത് നടത്തി തരണേ, അങ്ങനെയാവണേ, ഇങ്ങനെയാവണേ, ആ വഴിപാട് കഴിക്കാം, ഈ വഴിപാട് കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പുറകെ ഓടുക. ശരിക്കും ഭഗവാൻ ആരാണ്? നമ്മളെ ഏറ്റവും വലിയ സങ്കടത്തിൽ നിന്ന്, ഈ സംസാര സമുദ്രത്തിൽ നിന്ന് കരകയറ്റാനായിട്ട് ശേഷിയുള്ള ആളാ. പക്ഷെ ഞങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങയെ ഭജിക്കുന്നത്. അങ്ങയുടെ മായ കൊണ്ട് ഞങ്ങൾ അങ്ങയെ ശരിക്കും ഭജിക്കേണ്ട കാര്യമൊക്കെ മറന്നുപോയി. ഞങ്ങൾക്ക് വിഷയസുഖങ്ങളെ നേടാനുള്ള ഭജനമാണ്. പക്ഷേ വിഷയസുഖങ്ങളെക്കാൾ ഈ വിഷയസുഖങ്ങൾക്ക് അപ്പുറത്ത് പരമാനന്ദത്തെ തരാനായിട്ട് ഭഗവാന് സാധിക്കും. അതിനെയാണ് വേണ്ടത്. പക്ഷെ എന്താ ചെയ്യാ? നമ്മളെപ്പോലെയുള്ള ആളുകൾ സകാമ ഭക്തന്മാരാണ്. ഏതെങ്കിലും ആഗ്രഹത്തോടു കൂടി ഭഗവാനെ ഭജിക്കുന്ന ആൾക്കാരാ. ഇനി അങ്ങനെയുള്ള ആളുകളൊക്കെ ആയാലും ഭഗവാൻ വേണ്ടതിന് മുഴുവൻ കൊടുക്കുന്നു പറയാം. കാമനകളൊന്നുമില്ലാത്ത ആളുകൾക്ക്, നിഷ്കിഞ്ചനന്മാരായ നിഷ്കാമന്മാരായിട്ടുള്ള ആളുകൾക്ക് പരമപദത്തെ, കാമനകളുള്ള ആളുകൾക്ക്, ആഗ്രഹങ്ങളുള്ള ആളുകൾക്ക് അങ്ങനെ എന്തായാലും ഭഗവാനെ ഭജിച്ചാൽ നമ്മൾ ഓരോരുത്തരും എത്തിച്ചേരുന്നത് ഈ സംസാര സമുദ്രത്തിനപ്പുറത്താണ്. ഭവ സിന്ധു, ഭവസമുദ്രം. അപ്പം ഇന്ന് നമ്മൾ രാവിലെ പഞ്ചമ സ്കന്ധത്തിൻ്റെ ഭാഗങ്ങളാണ് വായിച്ചത്. നാളെ വായിക്കുമ്പോൾ അതിൽ ഭവാടവി വർണ്ണനം എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. നാളെ അത് സ്മരിക്കും, ഇന്ന് ചിലപ്പോൾ സ്മരിക്കേണ്ടാവും, അറിയില്ല. ഈ സംസാരത്തെ കാടായിട്ട് തുലനം ചെയ്തിട്ടുണ്ട്. കാടായിട്ടും കടലായിട്ടും. ഇപ്പം രാവിലെ ഇവിടെ പ്രാർത്ഥന തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഭാഗവതാർച്ചന തുടങ്ങുമ്പോൾ ചൊല്ലുന്നുണ്ട്, സംസാരസാഗരേ മഗ്നം ദിനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം മാമുദ്ദര ഭവാർണവാൽ. ഞങ്ങള് സംസാരമാകുന്ന സമുദ്രത്തിലെ കർമ്മമാകുന്ന മുതലയുടെ കടിയിൽപ്പെട്ട് കിടക്കുകയാണ്, ഞങ്ങളെ കരകയറ്റണേ എന്ന് പ്രാർത്ഥന. അതേപോലെ തന്നെ എവിടെയും പറയുന്നത്, അങ്ങ് സംസാര സമുദ്രത്തിലെ ഞങ്ങളെ കരകയറ്റുന്ന കപ്പലാണ്. അതിന് ഞങ്ങൾ അങ്ങയുടെ പാദങ്ങളെ ശരണം അങ്ങയുടെ പാദങ്ങൾക്ക് ഈ ലോകത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും കരകയറ്റാനായി സാധിക്കും. ലോകം അല്ലെങ്കിൽ സംസാരം രണ്ടു തരത്തിലാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഒന്ന് സുഖം, മറ്റേത് ദുഃഖം. സംസാരത്തിൻ്റെ സ്വരൂപം സുഖവും ദുഃഖവുമാണ്. മറ്റൊന്ന് ജനന മരണങ്ങൾ. ഈ ലോകത്ത് നമ്മൾ നോക്കിയാൽ നമുക്ക് ഓരോരുത്തർക്കും സുഖവുമുണ്ട് ദുഃഖവുമുണ്ട്. സുഖമാണോ കൂടുതൽ ദുഃഖമാണോ കൂടുതൽ എന്ന് ചോദിച്ചാൽ മിക്കവാറും ദുഃഖമായിരിക്കും കൂടുതൽ. സുഖത്തിന് വേണ്ടി ചെയ്യുന്നതൊക്കെ ചിലപ്പോൾ ദുഃഖത്തിലേക്ക് കലാശിക്കും. ഇനിയോ സംസാരത്തിന് മറ്റൊരു ലക്ഷണം എന്താണ്? സംസാരത്തിന് മറ്റൊരു ലക്ഷണം ജനന മരണങ്ങളാണ്. ഉണ്ടാകുന്നു, ഇല്ലാതെ ഉണ്ടാകുന്നു. ഈ ലോകത്ത് നിരന്തരം ഓരോന്നിങ്ങനെ ഉണ്ടാകുന്നുണ്ട്, നിരന്തരം ഓരോന്നും ഇല്ലാതെ ഉണ്ടാകുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഉണ്ടായവയൊക്കെ നിലനിൽക്കുന്നുണ്ട്, ഉണ്ടായി നിലനിന്ന് നശിക്കുന്നു. അപ്പൊ ഈ ജനന മരണങ്ങളും സുഖദുഃഖങ്ങളുമാണ് സംസാരത്തിന്റെ സ്വരൂപം. നിരന്തരമായി മാറ്റമുണ്ടാകുന്നത് കൊണ്ടാണ് അതിന്റെ സംസാരം എന്ന് പറയുന്നത്. നിരന്തരമായ മാറ്റമുള്ളത് കൊണ്ട് ഈ മാറ്റത്തെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നില്ല. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. ഏതുപോലെ ഒരു പുഴയില് ആറ്റിൽ വെള്ളം ഒഴുകുന്നത് പോലെയാണ്. ഇപ്പൊ നമുക്കിവിടെ ആലപ്പുഴക്കാർക്കൊക്കെ അറിയാലോ, പ്രധാനപ്പെട്ട 3-4 ആറുകൾ ഒഴുകുന്ന സ്ഥലമാണ്. പമ്പയാറ്, അച്ചൻകോവിലാറ്, മണിമലയാറ്, ഇതൊക്കെ ഒഴുകി വരുന്നതാണ് കുട്ടനാട്ടില്. ഈ ആറുകൾ നമ്മളെന്നും അതേ പേരിലാണ് വിളിക്കുക. പക്ഷേ ഈ ആറ്റിലെ വെള്ളം ഓരോ നിമിഷവും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക, ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. അതിനെ പറയാ പ്രവഹിക്കുക, ഒഴുകുക എന്നാ പറയാ. അതുപോലെ ഈ ലോകത്തിൽ ഓരോന്നും ഇങ്ങനെ മാറി 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 വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രവാഹ നിത്യത്വം എന്ന് പറയും.
ഈ പ്രവാഹ നിത്യത്വത്തിൽ പെട്ട് കിടക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പം അതൊരു സ്ഥായി ആയിട്ടുള്ളതല്ല എന്ന് മനസ്സിലാക്കി സ്ഥായി ആയിട്ടുള്ള എല്ലാ മാറ്റങ്ങൾക്കും ആധാരമായി മാറാതെ നിൽക്കുന്ന ഭഗവാനെ ആശ്രയിക്കാനായിട്ട് സാധിക്കണം. ഇപ്പൊ ഭഗവാനെ ഭജിക്കുന്ന സകാമ ഭക്തന്മാരും നിഷ്കാമ ഭക്തന്മാരുമുണ്ട്. ഞാനും ഇപ്പോൾ ഒരാഗ്രഹം വെച്ചാണ് അങ്ങയെ ഭജിച്ചത്. ഭഗവാനെ, അങ്ങ് എല്ലാ ആഗ്രഹങ്ങളെയും തീർക്കുന്ന ആളാണ്, എല്ലാ ആഗ്രഹങ്ങൾക്കും അപ്പുറത്ത് അനുഗ്രഹിക്കുന്ന ആളാണ്, എല്ലാ കാമനകളെ സാധിച്ചു തരുന്ന ആളാണ്. അങ്ങനെയുള്ള ഭഗവാനെ ഞാൻ എന്താ അങ്ങയെ ആശ്രയിച്ചിരിക്കുകയാണ്. അങ്ങ് വേണ്ട വിധത്തിൽ എനിക്ക് യുക്തമായിട്ടുള്ള തരത്തിൽ എന്നെ അനുഗ്രഹിക്കണേ എന്നിങ്ങനെയാണ് ഈ കർദമൻ്റെ സ്തുതി. നമ്മൾ 2-3 ശ്ലോകങ്ങളെ കണ്ടിട്ടുള്ളൂ. ഇനിയും കുറേ ശ്ലോകങ്ങളുണ്ട്. എല്ലാ ശ്ലോകങ്ങളും കാണാൻ നമുക്ക് സമയമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതുവരെ നമ്മൾ കണ്ട കാര്യം. സ്വയംഭൂമനുവിൻ്റെയും ശതരൂപയുടെയും മകളായിട്ടുള്ള ദേവഹൂതിയെ ബ്രഹ്മാവിൽ നിന്നുണ്ടായ കർദമൻ വിവാഹം ചെയ്തു. ഈ കർദമനും ദേവഹൂതിക്കും, സ്വയംഭൂമനുവിൻ്റെ മകളായ ദേവഹൂതിക്കും 9 പെൺമക്കളുണ്ടായി. 10ാമതായി ഭഗവാൻ തന്നെ കപിലൻ എന്നുള്ള പേരിൽ അവതരിച്ചു. ഭഗവാന്റെ അവതാരവും ഭഗവാൻ അച്ഛന് കൊടുക്കുന്ന ഉപദേശവും അത്രയും ഭാഗങ്ങളാണ് നമ്മൾ കണ്ടത്. ഇനി ഭഗവാൻ അമ്മയ്ക്ക് കൊടുക്കുന്ന ഉപദേശം, കപിലോപദേശം എന്നുള്ള പ്രസിദ്ധമായുള്ള, അടുത്ത ആൾ അതിനെക്കുറിച്ച് പ്രഭാഷണം ചെയ്യും. അത് നമുക്ക് ശ്രവിക്കാം. എല്ലാ വാക്കുകളും ഭഗവാന്റെയും ഗുരുപരമ്പരയുടെയും പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.